എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിപണിയിലെ ചില്ലറ ലാഭം പരിഹരിക്കുന്നതിനായിട്ട് RBI പുതിയ സംവിധാനം ഒരുക്കുന്നതാണ്. ഇനി മുതൽ ATMകളിൽ നിന്ന് 10, 20, 50 രൂപ നോട്ടുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കടകളിൽ സാധനം വാങ്ങുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ചില്ലറ ഇല്ലാതിരുന്നാൽ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു നിത്യോപയോഗ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ RBI ഒരു വലിയ നടപടി സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ATMിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ മിക്കപ്പോഴും 500 രൂപ നോട്ടുകളാണ് ലഭിക്കുന്നത്. എന്നാൽ 50 രൂപ 100 രൂപയുടെയൊക്കെ ചില്ലറ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. UPI ഡിജിറ്റൽ ഇടപാടുകൾ കൂടിയെങ്കിലും ചില്ലറയുടെ ആവശ്യം കുറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യം പരിഗണിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പ്രത്യേകം പദ്ധതി പരിഗണിക്കുന്നതാണ്. ചെറിയ മൂല്യമുള്ള നോട്ടുകൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുവാൻ പുതിയ തരം ATMകൾ സ്ഥാപിക്കുന്നതാണ് ഈ ഒരു പദ്ധതി. ഈ ATMകളെ ഹൈബ്രിഡ് ATMകൾ എന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ 10, 20, 50 രൂപ നോട്ടുകൾ നേരിട്ട് പിൻവലിക്കാവുന്നതാണ്. ഇതോടെ ചിലർക്കായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. ഈ ഹൈബ്രിഡ് ATM പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ് അഥവാ മുംബൈയിൽ ആരംഭിച്ചതായിട്ട് റിസർവ് ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇത് വിജയിച്ച രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു ATMകൾ സ്ഥാപിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഒരു ATMകൾ സ്ഥാപിക്കുന്നതാണ്. പിന്നീട് ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നതാണ്. നിലവിലെ രാജ്യത്തെ പ്രചാരത്തിലുള്ള കറൻസിയുടെ വലിയൊരു ഭാഗം 500 രൂപ നോട്ടുകളാണ്. എന്നാൽ 10, 20, 50 രൂപ നോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതിനാലാണ് ഈ ഒരു പുതിയ നീക്കം നടക്കുന്നത്. ഈ മെഷീനുകളിൽ 500 രൂപ നോട്ടുകൾ നിക്ഷേപിച്ചാൽ പകരം ചെറിയ മൂല്യമുള്ള നോട്ടുകൾ 10, 20, 50 രൂപ കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ്. നോട്ടുകൾക്ക് പുറമെ നാണയങ്ങൾ ലഭ്യമാകുന്ന മെഷീനുകളും RBI പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ നൽകുന്ന മെഷീനുകൾ വരുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. 500 രൂപ നോട്ടുകൾ നിർത്തലാക്കുന്നുവെന്നല്ല, അവ വിപണിയിൽ തുടരുന്നതാണ്. ഒപ്പം ചില്ലറ ലഭ്യത ഉറപ്പാക്കുക മാത്രമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.